Hi friends, welcome back to another video of VPG Info channel. ഒരു ഗാനത്തിൽ നിന്നും എങ്ങനെയാണ് കരോക്കെ നിർമ്മിക്കുക എന്നതാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഞാൻ ഷെയർ ചെയ്യുന്നത്. എല്ലാ പാട്ടുകളും കരോക്കെയായി നമുക്ക് ഇൻ്റർനെറ്റിൽ കിട്ടിയെന്ന് വരില്ല. അപ്പോൾ ഈ സംവിധാനം പ്രയോജനപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയും. ഇതിനുവേണ്ടി ഒരു ആപ്പിനെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് സൗജന്യമായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആ ആപ്ലിക്കേഷൻ്റെ പേരാണ് സ്പ്ലിറ്റ് ഹിറ്റ്. വോക്കൽ റിമൂവർ, കരോക്കെ മേക്കർ, ബാക്ക് പാഡ്സ്. ഏകദേശം 1 മില്യൺ ഡൗൺലോഡേഴ്സും 218 MBയുമുള്ള ഒരു ആപ്ലിക്കേഷനാണിത്. ഇതിൻ്റെ സ്റ്റാർ വാല്യൂ 4.1 ആണ്. ഇനി നമുക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്യാം. ഇൻസ്റ്റലേഷൻ പരിപൂർണമായി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് പുറത്തു പോയി ഓപ്പൺ ചെയ്യാം. ആ ആപ്ലിക്കേഷൻ്റെ ഇൻ്റർഫേസാണിത്. ഇതിൽ നമുക്ക് ഒരു സോങ് സെലക്ട് ചെയ്യാം. അതിന് ലോക്കൽ സോങ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. മൈ ഡ്രൈവിൽ നിന്നും ഒരു സോങ് നമുക്ക് കണ്ടെത്താം. ഇത് ഒരു കോപ്പി റൈറ്റ് ഫ്രീ ആയിട്ടുള്ള അല്ലെങ്കിൽ കോപ്പി റൈറ്റ് ക്ലെയിം ഇല്ലാത്ത ഒരു മ്യൂസിക്കാണ് ഞാൻ ഡൗൺലോഡ് ചെയ്തത്. ഇപ്പോൾ എല്ലാ മറ്റുള്ള മലയാളമോ ഹിന്ദിയോ ഒക്കെ പാട്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തുകയാണെങ്കിൽ അത് യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ കോപ്പി റൈറ്റ് ഇഷ്യൂസ് വരും. അതുകൊണ്ട് ഞാൻ കോപ്പി റൈറ്റ് ഇഷ്യൂസ് ഇല്ലാത്തൊരു പാട്ട് ഡൗൺലോഡ് ചെയ്തതിന് ശേഷമാണ് ഇതിൻ്റെ അകത്തേക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതൊന്ന് നമുക്ക് പൂർണ്ണമായി കേട്ട് നോക്കാം. ഓക്കെ, നിങ്ങളിത് കേട്ടല്ലോ. ഇതിൽ മനുഷ്യൻ്റെ ശബ്ദമുണ്ട്. ഈ മനുഷ്യൻ്റെ ശബ്ദം നമുക്ക് എടുത്തു മാറ്റണം. അതായത് മനുഷ്യൻ്റെ വോയിസ് ഈ സംഗീതത്തിൽ നിന്നും എടുത്തു മാറ്റി കഴിഞ്ഞാൽ കരോക്കെയായി. അതിന് വളരെ എളുപ്പമാണ്. ഇത് വീണ്ടും പൂർവ്വസ്ഥാനത്ത് തന്നെ തുടക്കത്തിൽ തന്നെ വെച്ചതിന് ശേഷം നമ്മൾ വോക്കൽസ് എന്ന ഓപ്ഷൻ ഇവിടെ ഉണ്ട്. അതൊരു മൈക്കിൻ്റെ ചിഹ്നം, അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നതിന് ശേഷം നമ്മൾ ഇത് ഓപ്പൺ ചെയ്യാം.
അങ്ങനെ നമ്മളൊരു കരോക്കെ ഗാനം ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇനി നമുക്കിത് സേവ് ചെയ്യാം. സേവ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. വീണ്ടും സേവ് കൊടുക്കുക. എക്സ്പോർട്ടിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് നേരെ ഫയൽ മാനേജറിലേക്കാണ് പോകുന്നത്. അത് നമുക്ക് ഒന്ന് ചെക്ക് ചെയ്യാം. അവിടെ സേവ് ചെയ്തിട്ടുണ്ടോ, ഫയൽ മാനേജറിൽ സേവ് ചെയ്തിട്ടുണ്ടോ എന്ന്. അത് ഫയൽ മാനേജറിലെ ഓഡിയോ സെക്ഷനിൽ സേവ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ ആപ്ലിക്കേഷൻ ദിവസത്തിൽ ഒരെണ്ണം മാത്രമേ നമുക്ക് കരോക്കെ സോങ് ആക്കി മാറ്റാനുള്ള അനുമതി നൽകിയിട്ടുള്ളൂ. അതൊരു ഫ്രീ ആയിട്ടാണ് ആ ആപ്ലിക്കേഷൻ കരുതുന്നതെന്ന് തോന്നുന്നു. ഒരു ദിവസം കൂടുതൽ പാട്ടുകൾ നമുക്ക് കരോക്കെ ആക്കി മാറ്റണമെങ്കിൽ അതിൻ്റെ പെയ്ഡ് വേർഷൻ ഡൗൺലോഡ് ചെയ്യണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. ഇതോടുകൂടി ഈ വീഡിയോ ഞാനിവിടെ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.